ഗായ്സ്, അങ്ങനെ നമ്മളിത് വീഡിയോയിലേയും കൊണ്ട് ഔട്ട്ലൈൻ ഇട്ട് റൗണ്ടിൽ ഔട്ട്ലൈൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ എന്തായാലും നമ്മുടെ പൂക്കളം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഇടയ്ക്ക് കൂടെയുള്ള പോർഷനിൽ നമ്മൾ ചെമ്പരത്തി അരിഞ്ഞതും കൂടി നമ്മൾ ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ പൂക്കളം അടിപൊളിയായിരുന്നു. എനിക്ക് ശരിക്കും തിരുവോണത്തിനിടുന്ന പൂ പോലെ തോന്നി. ഇന്ന് കുറച്ച് വലിയ അത്തപ്പൂക്കളായിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കളം ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ വലുതാക്കിക്കൊണ്ട് വരണം എന്നാണ് അമ്മച്ചി പറയുന്നത്. അപ്പോൾ നമ്മൾ അത്തത്തിന് ചെറിയ പൂക്കളിടുക, അപ്പം ചിത്തിരയ്ക്ക് നമ്മൾ കുറച്ചും കൂടി വലുതാണ്, ചോദ്യം എന്ന് പറയുമ്പോൾ അതിലും കുറച്ചുകൂടി വലുത്. അങ്ങനെയാണ് ലാസ്റ്റ് തിരുവോണം ആകുമ്പോൾ നമ്മൾ വലിയ പൂക്കളിടണം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ പൂക്കളിടുമ്പോൾ ചെറുതായി വരാൻ പാടില്ല, വലുതാക്കിക്കൊണ്ടാണ് വരേണ്ടതെന്നാണ് അമ്മച്ചി പറയുന്നത്. പിന്നെ നമ്മൾ അത്തത്തിനിടുമ്പോൾ തുമ്പപ്പൂ മാത്രമാണ് ഇടാൻ പാടുള്ളൂ. തിരുവോണം ആകുമ്പോൾ നമ്മൾ 10 പൂക്കളുകൾ ഇടണമെന്നാണ് പറയുന്നത്. അപ്പം ഓരോ ദിവസം നമ്മൾ ആ ദിവസത്തിൻ്റെ കണക്കനുസരിച്ചാണ് പൂക്കൾ കൂട്ടിക്കൊണ്ട് വരേണ്ടതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ പൂക്കളുകൾ വാരി വിതറിക്കൊണ്ടാണ് പൂക്കൾ ഇടുന്നത് കേട്ടോ.